പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ CPM നടത്തിവരുന്ന ബഹുജന പ്രക്ഷോഭ റാലികൾ സംസ്ഥാനത്ത് തുടരുകയാണ്. സംസ്ഥാനത്ത് തുടരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട വേദികൾ എവിടെയൊക്കെ എന്ന് ശ്രദ്ധിക്കുമ്പോഴാണ് സംസ്ഥാനത്ത് എന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയില്ല. മലബാർ മേഖലയിലും, അതായത് തെക്കൻ കേരളത്തിലും പിന്നെ ഒരു വേദിയുള്ളത് കൊല്ലത്തുമാണ്. സംസ്ഥാനത്ത് 5 വേദികളിലാണ് ഈ പ്രക്ഷോഭം നടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് പങ്കെടുക്കുന്ന പ്രക്ഷോഭ റാലികളാണ്, ബഹുജന സമ്മേളനങ്ങളാണ് നടന്നു വരുന്നത്. ആദ്യ സമ്മേളനം കോഴിക്കോടായിരുന്നു, തൊട്ടടുത്ത് കാസർഗോഡ്, പിന്നീട് കണ്ണൂർ, ഇനി മലപ്പുറം, പിന്നീടുള്ളത് കൊല്ലം. അതായത് മധ്യ കേരളത്തിൽ ഇത്തരം സമ്മേളനങ്ങളില്ല. അതിനപ്പുറത്തേക്ക് പിന്നെ തെക്കൻ കേരളത്തിൽ പേരെടുത്ത് പറയാവുന്ന സൂചിപ്പിക്കാവുന്ന ഒരു സ്ഥലം കൊല്ലം മാത്രമാണ്. ഈ വേദികൾ തീരുമാനിക്കുമ്പോഴാണ് എന്തുകൊണ്ടാണ് CPM ഇങ്ങനൊരു സമ്മേളനം മലബാറിലും പേരിന് കൊല്ലത്തും മാത്രമായി ചുരുക്കുന്നത്. ഈ സമ്മേളനങ്ങളിലൂടെ CPM ലക്ഷ്യമിടുന്നത് എന്താണ്? അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. തീർച്ചയായും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമുള്ള സുവർണാവസരമായാണ് CPM CAA സമരങ്ങളെ കാണുന്നത് എന്നതാണ്. അതാണ് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഇത്തരം മഹാസമ്മേളനങ്ങൾ നടത്തുന്നത് എന്നത് തന്നെ വ്യക്തമാണ്. നമുക്കറിയാം, CAA ഒരുപക്ഷെ സംസ്ഥാനത്തും രാജ്യത്തും മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയ ഒരു നിയമ ഭേദഗതിയാണ്. പ്രത്യേകിച്ച് സമീപ രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിം ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പൗരത്വം നൽകുന്ന ബില്ലാണ് ഇത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, മുസ്ലിം ലീഗ് ഉൾപ്പെടെ അങ്ങനെ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഒരു സംസ്ഥാന സർക്കാർ എന്ന നിലയിൽ കേരള സർക്കാരും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതായത് ഈ വിഷയത്തിൽ വലിയ പ്രക്ഷോഭത്തിലാണ് സംസ്ഥാന സർക്കാരുള്ളത്. UDF ഉൾപ്പെടെ ഉള്ള സംഘടന, വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംവിധാനങ്ങളുമെല്ലാം ഈ പ്രക്ഷോഭത്തിൽ അവരുടേതായ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും നടത്തി വരികയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുസ്ലിം മതവിഭാഗങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കുന്ന നിയമമായതുകൊണ്ട് തന്നെ ഒരു മതന്യൂനപക്ഷം എന്ന നിലയിൽ, ഒരു സംഘടിത വോട്ട് ബാങ്ക് എന്ന നിലയിൽ കൂടി മുസ്ലിം വോട്ട് ബാങ്ക് കൃത്യമായി ലക്ഷ്യം വെക്കുന്നു ഈ പ്രക്ഷോഭങ്ങൾക്ക് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ CAA നിയമത്തിൽ മതവിവേചനം ഉണ്ടായിട്ടുണ്ടോ എന്നത് തീർച്ചയായും സുപ്രീം കോടതി പരിശോധിച്ച് വിധി പറയേണ്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ മെറിറ്റിലേക്ക് ഇപ്പോൾ കടക്കുന്നത് ശരിയല്ല. ഇതിൽ BJP സർക്കാർ ചെയ്തതാണോ ശരി, അതോ കോൺഗ്രസും CPM ഒക്കെ പറയുന്നത് പോലെ, കേരള സർക്കാർ പറയുന്നത് പോലെ ഇതിൽ മതവിവേചനം ഉണ്ടായിട്ടുണ്ടോ? സുപ്രീം കോടതി തീരുമാനിക്കട്ടെ. എന്തായാലും ഇപ്പോൾ നടക്കുന്നത് ഒരു രാഷ്ട്രീയ പോരുകൂടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ ആശങ്കയുണ്ടാക്കുമ്പോൾ അവരുടെ വോട്ട് BJPക്കെതിരെ അതിശക്തമായി പോളറൈസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം എന്തായാലും ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. അല്ലെങ്കിലും മുസ്ലിം വോട്ടുകൾ BJPയിലേക്ക് പോകുന്ന വോട്ടുകളല്ല, അപൂർവമായി ചില വോട്ടുകൾ പോയാലായി എന്ന് മാത്രമേ ഉള്ളൂ. ഈ വോട്ടുകൾ സംഘടിതമായതുകൊണ്ട് തന്നെ ആ വോട്ട് സ്വന്തമാക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം ഗുണമാകുമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ നിസ്സംശയം പറയുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ CAA വിരുദ്ധ സമരത്തിൽ ആരാണ് ചാമ്പ്യന്മാർ എന്നതാണ്, അവർക്കായിരിക്കും ഈ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ വോട്ടുകൾ എന്ന് കരുതിക്കൂട്ടി തന്നെയാണ് ഇത്തരം വലിയ പ്രതിഷേധങ്ങളിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എത്തുന്നത്. പ്രതിഷേധത്തിന് തെരഞ്ഞെടുപ്പ് കാലം ബോധപൂർവം തിരഞ്ഞെടുത്തു എന്നൊന്നും പറയാൻ കഴിയില്ല. ഇപ്പോഴാണ് CAA ബില്ല്, അതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളൊക്കെ വന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ സാഹചര്യം തെരഞ്ഞെടുപ്പുമായിപ്പോയി. അതുകൊണ്ട് നമുക്ക് CPMനെയോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയോ ഒന്നും കുറ്റപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനവും കൗതുകകരവുമായ ഒന്നുള്ളത്, ഇത് മലബാർ മേഖല കേന്ദ്രീകരിച്ചാണ് ഈ CAA സമരങ്ങളെല്ലാം നടക്കുന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ അതിനൊരു അപവാദം കൊല്ലത്തെ സമ്മേളനം മാത്രമാണ്. അത് അങ്ങനെ ഒരു പേരുദോഷം, മലബാറിൽ മാത്രമാണ് എന്നൊരു പേരുദോഷം ഒഴിവാക്കാനായി കൊല്ലത്തൊരു സമ്മേളനം നടത്തുകയാണോ എന്ന സംശയം പോലും ഉയരുകയാണ്. അതായത് എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ഒരു സമ്മേളനം നടത്താത്തത്, കോട്ടയത്ത് ഒരു സമ്മേളനം നടത്താത്തത്, അങ്ങനെ അല്ലെങ്കിൽ എറണാകുളത്ത് ഒരു സമ്മേളനം നടത്താത്തത്? CAA പ്രക്ഷോഭങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംഘടിപ്പിച്ചത് ഏതാണ്ട് കോഴിക്കോട് തന്നെയാണ് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അന്ന് തന്നെ BJP ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതെന്തുകൊണ്ടാണ് ഈ വേദികളിലൊന്നും കേരള കോൺഗ്രസിനെ ഒന്നും പങ്കെടുപ്പിക്കുന്നില്ലല്ലോ എന്നൊക്കെയുള്ളത്. കൃത്യമായ രാഷ്ട്രീയമാണ്. അതായത് വിവിധ മുസ്ലിം സംഘടനകളെ കൂടി, സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനാ പ്രതിനിധികളെ കൂടി വേദിയിലെത്തിച്ച്
ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊന്ന് വേദി പങ്കിടുക എന്നത് എത്രത്തോളം ഗുണമാകും എന്ന് CPM ഉൾപ്പെടെ വിലയിരുത്തുന്നുണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇങ്ങനൊരു തിടുക്കപ്പെട്ട് വളരെ ഏറ്റവും ദ്രുതഗതിയിൽ ഒരു പ്രതിഷേധ പരിപാടിയുമായി CPM മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ആ തെരഞ്ഞെടുപ്പ് അങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നതിനെ നമുക്ക് കുറ്റപ്പെടുത്താനും കഴിയില്ല. വോട്ട് ലക്ഷ്യം വെക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് വോട്ട് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആ വോട്ട് നേടാൻ വേണ്ടി അവർ പല തന്ത്രങ്ങളും മേയുന്നു. അങ്ങനെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായാണ് ഈ സമ്മേളനങ്ങൾ മലബാർ കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗം കൂടുതലായി തിങ്ങിപ്പാർക്കുന്ന മേഖലകളാണ് കോഴിക്കോടും കണ്ണൂരും അതേപോലെ കാസർഗോഡും മലപ്പുറവുമെല്ലാം. അതുകൊണ്ട് തന്നെ ആ മേഖലകളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. പേരിന് കൊല്ലത്തൊരു സമ്മേളനവും നടത്തുന്നു എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇനി എന്തുകൊണ്ട് ഈ മലബാറിലെ പോലെ ഈ കോട്ടയത്തോ അല്ലെങ്കിൽ മറ്റൊരു പ്രദേശത്തോ തിരുവനന്തപുരത്തോ ഒക്കെ ഈ ഒരു CAA പ്രക്ഷോഭം ഈ നിലയിൽ സംഘടിപ്പിക്കുന്നില്ല എന്നുള്ളതും വളരെ പ്രസക്തമായ ചോദ്യമാണ്. സ്വാഭാവികമാണ്. കാരണം ഈ CAA പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് മറ്റ് മതവിഭാഗങ്ങൾക്കിടയിൽ ഒരുപക്ഷെ മതേതര ചിന്തയുള്ളവരെ സംബന്ധിച്ച് ഇടത് നിലപാടിനൊക്കെ നിൽക്കുമായിരിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു മതധ്രുവീകരണം, അതായത് CPM മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് മാത്രമായി ഇങ്ങനെയൊരു പല പ്രക്ഷോഭ പരിപാടികളും നടത്തുന്നു എന്ന തരത്തിലൊരു വികാരം ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ആ ഒരു സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ കോട്ടയം പോലെ ക്രൈസ്തവ വിഭാഗത്തിനൊക്കെ സ്വാധീനമുള്ള ഒരു മേഖലയിൽ നിന്ന് ഉള്ള കേരള കോൺഗ്രസ് പോലും ഈ നേരത്തെ നടന്ന ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പങ്കെടുത്ത വേദിയിൽ പോലും അവരുടെ ഇപ്പോൾ ജോസ് കെ മാണിയോ അങ്ങനെ ആരെങ്കിലും പങ്കെടുത്ത് കാര്യമായി പ്രസംഗിച്ചതായൊന്നും നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. അതേപോലെ കോട്ടയത്തും ഇങ്ങനൊരു പരിപാടി നടത്തിയാൽ അത് അത്ര ഗുണമാകില്ല. മറ്റ് മതവിഭാഗങ്ങൾക്കിടയിൽ ഒരു CPM വിരുദ്ധ നിലപാടുണ്ടാകുമോ എന്നുള്ളത് ആ ഒരു ആശങ്ക CPM-നെ സംബന്ധിച്ച് ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. നമ്മൾ മതത്തെക്കുറിച്ചും മതം രാഷ്ട്രീയത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ മതേതര കേരളത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ മതവും ജാതിയും എല്ലാം രാഷ്ട്രീയത്തിൽ വളരെ സ്വാഭാവികമായി ഇടപെടുന്നതാണ്. ഇപ്പോൾ ഹിന്ദുത്വ രാഷ്ട്രീയമാണ് BJP പറയുന്നതെങ്കിൽ അതിനപ്പുറത്തു നിന്നുള്ള വോട്ട് ശേഖരിച്ച് BJP എതിർത്തുകൊണ്ട് അധികാരത്തിലെത്തുക എന്ന തന്ത്രമായിരിക്കും മറു രാഷ്ട്രീയ കക്ഷികൾ കാണിക്കുന്നത്. ഇത് പരസ്യമായ ഒരു രഹസ്യം എന്ന നിലയിൽ മാത്രമേ നമുക്കതിനെ കാണാൻ കഴിയുകയുള്ളൂ. പല വിഷയങ്ങളിലും രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുന്ന നിലപാടുകളും ഇങ്ങനെ സമാനമായത് തന്നെയാണ്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുന്നത്, ഈ CAA വിരുദ്ധ സമരങ്ങൾ, ബഹുജന പ്രക്ഷോഭങ്ങൾ CPM നടത്തുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതിൻ്റെ പ്രധാന സ്റ്റാറായി അല്ലെങ്കിൽ പ്രധാന ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നു എന്നത് മാത്രമല്ല, ഇപ്പോൾ കേന്ദ്രമാണല്ലോ ഈ നിയമം ഭേദഗതി കൊണ്ടുവരുന്നത്. അവിടെ കേന്ദ്രത്തെ വിമർശിച്ചുകൊണ്ടൊരു പ്രക്ഷോഭം മാത്രമല്ല നടത്തുന്നത്, അതിനേക്കാൾ ശക്തമായ ഒരുപക്ഷെ കോൺഗ്രസിനെ വിമർശിക്കുന്നു. അതായത് CAA വിഷയത്തിൽ കോൺഗ്രസിനൊരു നിലപാടുണ്ടോ എന്ന് ശക്തമായി ചോദിക്കുന്നു. കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ ഒരിക്കൽ നടത്തിയ പ്രസ്താവന, അല്ലെങ്കിൽ ഈ ന്യായ് യാത്ര, രാഹുൽ ഗാന്ധിയുടെ ന്യായ് യാത്രയുടെ സമാപനത്തിൽ CAA-ക്കെതിരെ എന്തു പറഞ്ഞു എന്നതടക്കം കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിലെ അടച്ച് ആരോപിച്ചുകൊണ്ട്, അതായത് അവർക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടുള്ള പ്രസ്താവനയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്നത് എന്നുള്ളതാണ്. അവിടെയാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയം നിലനിൽക്കുന്നത്. അതായത് കേവലം BJP ആക്രമിച്ചാൽ മാത്രം പോരാ, BJP ആക്രമിക്കുമ്പോൾ ഇപ്പുറത്ത് കോൺഗ്രസിനെ കൂടി ആക്രമിച്ചാൽ മാത്രമേ ആ വോട്ടുകൾ തങ്ങളിലേക്ക് എത്തൂ എന്ന് തന്നെയാണ് CPM-ൻ്റെ ഒരു വിലയിരുത്തൽ, രാഷ്ട്രീയ വിലയിരുത്തലാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഒക്കെ പ്രഖ്യാപിക്കുന്നതിന് മുൻപേ CAA വരുന്ന സമയത്ത് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരുന്നു സംസ്ഥാനത്ത് CAA നടപ്പാക്കില്ല എന്നുള്ളത്. അതായത് സംസ്ഥാനത്ത് CAA നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്നു, അതിനെതിരെ സുപ്രീം കോടതിയിൽ പോകുന്നു. ഇങ്ങനെയെല്ലാം പറയുമ്പോൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറയുന്നുണ്ടായിരുന്നു, VD സതീശൻ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ ഒരു സംസ്ഥാനത്ത് മാത്രമായി നടപ്പാക്കാതിരിക്കാനാകില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. കേന്ദ്രമന്ത്രി അമിത്ഷാ അതേ നിലപാടെടുത്തു. കാരണം ഇതൊരു കേന്ദ്ര വിഷയമാണ്, പൗരത്വം നൽകുക എന്നുള്ളത് ഒരു കേന്ദ്ര വിഷയമാണ് എന്ന് പറയുമ്പോൾ ആ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല എന്ന സംസ്ഥാനത്തിൻ്റെ നിലപാട് എത്രത്തോളം
വസ്തുത നിറഞ്ഞതാണ് എന്നുള്ളത് അവിടെ ഒരു സംശയമായി നിൽക്കുന്നു. തീർച്ചയായും ആ സംശയം CPM-ഉം പിണറായി വിജയനും അങ്ങനെ പറയുമ്പോൾ സുപ്രീം കോടതിയിൽ ഈ കേസ് നിൽക്കുകയാണ്. സുപ്രീം കോടതി തന്നെയാണ് അന്തിമമായി വിധി പറയട്ടെ. അതുവരെ നമുക്ക് അതിൽ ഒരു അന്തിമമായ ഒരു വിലയിരുത്തൽ നടത്തുക എളുപ്പമല്ല. പക്ഷേ നിലവിലുള്ള വിവരപ്രകാരം അങ്ങനെ സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും റോളുള്ള ഒരു കാര്യമല്ല CAA പോലെ പൗരത്വം നൽകുന്ന കാര്യത്തിലുള്ള നിലപാട്. അല്ലെങ്കിൽ കാരണം ഇത് ഓൺലൈൻ പോർട്ടൽ അയക്കുന്നു, പിന്നീട് ഇതിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ്. അവിടെ സംസ്ഥാനത്തിന് ഒരു റോളും ഇല്ലാത്ത കാര്യത്തിൽ ഇങ്ങനെ പറയുന്നതിലൂടെ അവിടെയും ഞങ്ങളാണ് CAA വിരുദ്ധർ എന്ന് കൃത്യമായി സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം, ഒരു രാഷ്ട്രീയ ശ്രമം. അതിപ്പോൾ സുപ്രീം കോടതി പോയതും ഒരു രാഷ്ട്രീയ നീക്കം തന്നെയാണ്. അവിടുന്ന് തിരിച്ചടി ഉണ്ടായാലും ഞങ്ങൾ ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിരുന്നു എന്ന് പറയാൻ CPM-നെ സംബന്ധിച്ച് ആകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഒരുപക്ഷെ കോൺഗ്രസിനേക്കാൾ ശക്തമായി CAA പ്രക്ഷോഭത്തിൽ CPM നിൽക്കുന്നു എന്നുള്ളത് ഈ സമരങ്ങളിലൂടെ തെളിയിക്കപ്പെടുകയാണ്. അതോടെ മുസ്ലിം വോട്ടുകളിൽ കാര്യമായി തങ്ങളിലേക്ക് എത്തിക്കാൻ CPM-ന് സാധിക്കുമോ എന്നുള്ളത് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ സാധിച്ചാൽ സംസ്ഥാനത്ത് പല മണ്ഡലങ്ങളിലെയും ഫലം അത് നിർണ്ണയിക്കും. പ്രത്യേകിച്ച് മലബാർ മേഖലയിലടക്കം അത് നിർണായകമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോൺഗ്രസിന് വലിയ തിരിച്ചടി പലയിടത്തും അപ്രതീക്ഷിതമായി സംഭവിക്കാനുള്ള സാധ്യതയുമാണ് കാണുന്നത്.